ഒടുവിൽ ആ വാർത്തയും എത്തി. ക്രൈസ്തവ സഭ വളരുകയാണ്. പ്രശസ്തമായ അമേരിക്കൻ ചാനലൊക്കെ അത് വാർത്തയാക്കി തുടങ്ങി. മിഡിൽ ഈസ്റ്റിൽ ഏതൊക്കെ രാജ്യത്താണ് സഭകൾ വളരുന്നത് എന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ശക്തമായി ക്രൈസ്തവ സഭകൾ വളരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് പുറത്തു പറയാൻ കഴിയാത്ത സാഹചര്യമാണ് പല രാജ്യങ്ങളിലും. അവിടുത്തെ ഗവൺമെൻറ് ഇതറിഞ്ഞാൽ പിന്നെ തലയെടുക്കുക എന്നതാണ് ശിക്ഷ. അതുകൊണ്ട് പലരും മിണ്ടുന്നില്ല. ഇതുവരെ ലോകം കരുതിയത് യുദ്ധങ്ങൾ മൂലം ക്രൈസ്തവ സഭ തകരുമെന്നാണ്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ മൂലം ആയിരങ്ങളാണ് ക്രിസ്തുവിനെ പുൽകുന്നത് എന്നതാണ് അതിശയം. സിറിയ, ലെബനോൻ, തുർക്കി, ഇറാഖ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേര് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. ഒരു കാലത്ത് ഈ രാജ്യങ്ങളൊക്കെ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്നു എന്നതും ഓർക്കണം. ഇറാൻ ഇറാഖ് യുദ്ധം, ഇറാഖ് കുവൈറ്റ് യുദ്ധം, ലെബനോൻ ഇസ്രയേൽ യുദ്ധം, ഇസ്രയേൽ ഇറാൻ യുദ്ധം, ഇവരെല്ലാം കൂടി ഇസ്രയേലിനെതിരെ യുദ്ധം. അങ്ങനെ യുദ്ധങ്ങളും നീളുന്ന പോരാട്ടങ്ങളും അസമാധാനവും രാഷ്ട്രീയ അനിശ്ചിതത്വവും കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി. ഇതിൽ നിന്നൊരു മാറ്റം വേണ്ടേ എന്ന് ചിന്തിക്കാത്തവരുണ്ടാകുമോ? യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ദുരിതമാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ വീട് നഷ്ടപ്പെട്ട് മാത്രമോ? അപ്പൻ്റെയും അമ്മയുടെയും ഒപ്പം കിടന്നുറങ്ങിയവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നുകിൽ കുട്ടികൾ മരിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കൾ മരിക്കും. അങ്ങനെ അനാഥരുടെ ഒരു ജനാവലിയെ സംഭാവന ചെയ്ത യുദ്ധം അവസാനിക്കുമ്പോൾ വെറും നഷ്ടങ്ങളുടെ കണക്കെടുപ്പായി ജീവിതം മാറുന്നു. എത്ര നാൾ ജനം ഇത് സഹിക്കും? സ്വന്തം ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കും അപ്പോൾ ജനം. പക്ഷേ എല്ലാത്തിനും ഒരവസാനം വേണ്ടേ? ജനം തീരുമാനിച്ചു. മിഡിൽ ഈസ്റ്റിൽ എല്ലാ യുദ്ധങ്ങളും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിലേക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു എന്നാണ് അവിടെ പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്റർ ജോർജ് ഹൗസിനി പറയുന്നത്. ലോകത്തോടും യുദ്ധത്തിന് കാരണമാകുന്ന മതത്തോടും ആളുകൾക്ക് നിരാശ തോന്നുന്നു. ഇറാനിലെ ആയത്തുള്ള ഖമീനിയും ഉസാമ ബിൻ ലാദനും വ്യാജ പ്രത്യാശയാണ് നൽകിയതെന്ന ചിന്ത സുവിശേഷത്തിൻ്റെ വലിയ വളർച്ചയ്ക്ക് കാരണമായി. നമ്മൾ എന്തിനാണ് ഈ അസമാധാനത്തിൻ്റെയും നാശത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും വഴി പിന്തുടരുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ ചോദ്യം ഒടുവിൽ അവസാനിക്കുന്നത് ക്രിസ്തു എന്ന ഉത്തരത്തിലാണ്. അങ്ങനെ അവർ യേശുക്രിസ്തുവിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ തകർച്ചയ്ക്കിടയിലും ലെബനോനിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷണറിയായ ഹൊറസൈൻസ് ഇൻ്റർനാഷണലിൻ്റെ പാസ്റ്റർ ജോർജ് ഹൗസിനി പറയുന്നത്, പഴയതുപോലെയല്ല, ജനം ഇപ്പോൾ തങ്ങളുടെ മതത്തെ ചോദ്യം ചെയ്യാനും യേശുക്രിസ്തുവിലേക്ക് തിരിയാനും തുടങ്ങിയിരിക്കുന്നു എന്നതാണ് പുതിയ സംഭവവികാസം. നാളിതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്വാതന്ത്ര്യം ഇപ്പോൾ അവർ അനുഭവിക്കുന്നു. മുൻ മതവിശ്വാസം മൂലം ഒതുങ്ങിപ്പോയ അവർ ഇപ്പോൾ ക്രിസ്തുവിൽ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നു. പാസ്റ്റർ ഹൗസിനി 50 വർഷത്തിലേറെയായി പ്രത്യേകിച്ച് കുർദിഷുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. 1973 ആദ്യമായി ബൈബിൾ കുർദിഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതും ഈ ഹൗസിനിയാണ്. ഇന്ന് ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന ഏകദേശം 40 ദശലക്ഷം കുർദുകളുണ്ട്. അവർക്ക് ആത്മീയമായി തുറന്ന മനസ്സാണുള്ളത്. പാസ്റ്റർ ജോർജ് ഹൗസിനി പറയുന്നു. 2011 സിറിയൻ അഭയാർത്ഥി പ്രതിസന്ധിയിലാണ് മറ്റൊരു പ്രധാന വഴിത്തിരിവുണ്ടായതെന്ന് അദ്ദേഹം ഓർക്കുന്നു. ലെബനോനിലേക്ക് മാത്രം ഏകദേശം 20 ദശലക്ഷം സിറിയക്കാർ അതിർത്തി കടന്ന് അഭയാർത്ഥികളായി എത്തി. അവർ തെരുവുകളിൽ അലയുകയായിരുന്നു. അവർക്ക് ജോലിയില്ലായിരുന്നു, അവർക്ക് പണമില്ലായിരുന്നു, അദ്ദേഹം ഓർമ്മിച്ചു. അങ്ങനെ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഈ അഭയാർത്ഥികളെ കാണാൻ തെരുവുകളിലേക്ക് പോകാൻ ഞങ്ങൾക്ക് പ്രത്യേക ടീമുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവർക്ക് ബൈബിളിനെ പരിചയപ്പെടുത്താൻ തുടങ്ങി. അവർ ചോദിക്കും, ഇതെന്താണ്?
ഞങ്ങൾ അവരെ എല്ലാം വിശദമായി പഠിപ്പിക്കും. എന്നിട്ട് ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുകയും ഞങ്ങളുടെ കേന്ദ്രത്തിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യും. ഞങ്ങൾ വെറും 20 ആളുകളുമായി ആരംഭിച്ച കേന്ദ്രമാണ്. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്നു. ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുമതത്തിലേക്ക് പോകുന്ന പലരും സ്വപ്നങ്ങളിലൂടെയോ ദർശനങ്ങളിലൂടെയോ യേശുവിനെ കണ്ടുമുട്ടുന്നുണ്ടെന്നും ജോർജ് ഹൗസിനി പറയുന്നു. രാഷ്ട്രീയ കാരണങ്ങളാൽ സിറിയൻ സർക്കാർ തന്നെ തടവിലാക്കിയപ്പോൾ യേശുവിൻ്റെ ദർശനം തനിക്ക് ലഭിച്ചതായി കുർദിഷ് മിനിസ്ട്രിയുടെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ നിഹാദ് പറയുന്നു. ജയിലിൽ 1 മീറ്ററിൽ താഴെ വീതിയുള്ള എൻ്റെ സെല്ലിനുള്ളിൽ എനിക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല. പാസ്റ്റർ നിഹാദ് പറഞ്ഞു, എൻ്റെ കൈകൾ മരവിച്ചിരുന്നു. എൻ്റെ ശരീരം വളരെയധികം വേദനയിലായിരുന്നു. യേശു മുടന്തരെ സുഖപ്പെടുത്തിയതിനെക്കുറിച്ച് വായിച്ചത് ഞാൻ ഓർത്തു. അതിനാൽ ഞാൻ ക്രിസ്തുവിനോട് പറഞ്ഞു, യേശുവേ, നീ യഥാർത്ഥമാണെങ്കിൽ എന്നെ സഹായിക്കൂ. ഞാൻ കണ്ട ദർശനത്തിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ ഒലിവ് ഓയിൽ പാത്രവുമായി എൻ്റെ ജയിൽ മുറിയിൽ പ്രവേശിക്കുന്നത് ഞാൻ കണ്ടു. ഓരോ തവണയും അവൻ എൻ്റെ ശരീരത്തിൽ എണ്ണ ഒഴിക്കുമ്പോൾ വേദന മാറി. ആ സമയത്ത് ജയിലിൽ നിന്ന് പുറത്തു കിടക്കാൻ ആർക്കും എന്നെ സഹായിക്കാൻ കഴിയാത്തതിനാൽ ഞാൻ വളരെയധികം വിഷാദത്തിലായിരുന്നു. എനിക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വെള്ളവസ്ത്രം ധരിച്ചയാൾ എന്നോട് പറഞ്ഞു, നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്. ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. നാളിതുവരെ ആ വാക്കുകൾ എന്നെ ആശ്വസിപ്പിക്കുന്നു. സുവിശേഷകനായ അമേരിക്കൻ മിഷണറി ബില്ലി ഗ്രഹാം എഴുതിയ ഒരു പുസ്തകത്തിൽ യേശുവിനെക്കുറിച്ച് മുമ്പ് വായിച്ചിരുന്നതിനാലാണ് അത് യേശുവാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതെന്ന് പാസ്റ്റർ നിഹാദ് പറയുന്നു. ജയിലിൽ പോകുന്നതിന് മുമ്പ് ആരോ എനിക്ക് ആ പുസ്തകം തന്നു. അദ്ദേഹം വിശദീകരിച്ചു. പുസ്തകത്തിൻ്റെ അവസാനം ഞാൻ രക്ഷയുടെ പ്രാർത്ഥന വായിച്ചു. ദൈവത്തെ കേൾക്കാൻ എൻ്റെ ആത്മാവിനെ തുറന്ന താക്കോൽ അതായിരിക്കാം. 6 മാസത്തിന് ശേഷം പാസ്റ്റർ നിഹാദ് ജയിൽ മോചിതനായി. ഇപ്പോൾ തൻ്റെ സാക്ഷ്യം ലോകമെമ്പാടും അദ്ദേഹം പങ്കിടുന്നു. കൂടുതൽ ആളുകൾ ക്രിസ്തുവിലേക്ക് വരുമെന്ന് പാസ്റ്റർ ഹൗസിനി വിശ്വസിക്കുന്നു. സഭ തയ്യാറായിരിക്കണം എന്നും പറയുന്നു. കർത്താവ് വിശ്വാസത്തിൽ പുതിയ വിശ്വാസികളെ സ്ഥാപിക്കുകയും അവരെ ശക്തരാക്കുകയും ചെയ്യട്ടെ എന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന, അദ്ദേഹം പറഞ്ഞു. കാരണം ഇന്ന് ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ ശിഷ്യന്മാരാക്കാൻ നമുക്ക് വേണ്ടത്ര ആളുകളില്ല. തൻ്റെ വിളവെടുപ്പിലേക്ക് കൂടുതൽ വേലക്കാരെ അയക്കാൻ വിളവെടുപ്പിൻ്റെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.